എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പം മനുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കൃഷ്ണമോള് പറയുന്നുണ്ട് രോഹിയേട്ടൻ്റെ ജീവിതവും കരിയറും എല്ലാം നശിച്ചല്ലോ, ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്ന്. അന്നേരം മനു പറയുന്നുണ്ട് അതവർ വരുത്തി വെച്ചതല്ലേ, ഇതിനു മുമ്പ് അലീനയോട് അവന്മാർ ആ പരിപാടി കാണിച്ചപ്പം ഞാൻ ഹരിയെ നല്ല രീതിയിൽ ഉപദേശിച്ചതാണ്, നല്ല ഇടിയും വെച്ചു കൊടുത്തതാണ്. അപ്പോൾ അവന് എൻ്റെ ഇടി പോരാ, പോലീസുകാരുടെ ഇടി വേണം, അവരുടെ കൂടെ അവിടെ പോയി കിടക്കണം, അവിടുന്ന് മേടിക്കണം. അത് തീരുമാനിച്ചുറപ്പിച്ചിട്ടാണല്ലോ അവൻ വീണ്ടും ഇത് ആവർത്തിച്ചത്. അപ്പോൾ ഇടി കിട്ടട്ടെ, അങ്ങനെയെങ്കിലും അവന്മാർ നന്നാവുകയാണെങ്കിൽ നന്നാകട്ടെ, ഇനിയിപ്പോൾ ഇതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, റോഡിൽ കൂടെ പോകുന്നവർ പോലും ഈ വീടെത്തുമ്പോൾ ഇങ്ങോട്ടൊരു നോട്ടമുണ്ട്, ചിലർ ഗേറ്റിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കും, ആരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ട് ചീത്ത പറഞ്ഞിട്ട് പോകാം എന്നോർത്തായിരിക്കും, കാണുമ്പം പേടിയാവുക, ഓർക്കുമ്പോൾ സങ്കടം വരുക എന്നൊക്കെ കൃഷ്ണമോൾ പറയുമ്പം മനു പറയുന്നുണ്ട് മോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇതൊക്കെ 2-3 ദിവസം കൂടി കാണും, അത് കഴിയുമ്പം ആൾക്കാർ ഇതെല്ലാം മറക്കും, അവർ വേറെ കേസിന് പുറകെ പോകും, അതുകൊണ്ട് വിഷമിക്കണ്ട എന്ന് പറയും. എന്നിട്ട് ആലീന അവിടെ ഇല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ആലീന അടുക്കളയിലുണ്ട്, ഇവിടെ സുലോചന ആൻറ്റി ഉണ്ട്, ആൻറ്റിയുടെ കൂടെ അടുക്കളയിലാണ് എന്ന് പറയുമ്പം ബബിതി എന്ത് ചെയ്യുന്നു ചോദിക്കും. അത് ഫുൾ ടൈം ഫോണിലാണ്, വേറൊരു ലോകത്താണ് എന്ന് പറയുമ്പം നീ വിഷമിക്കണ്ട കേട്ടോ, നിൻ്റെ കാര്യങ്ങളെല്ലാം അലീനെ നോക്കിക്കോളും, അവളുണ്ടല്ലോ കൂടെ, വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് മനു ഫോൺ വയ്ക്കുവാണ്. മനുവിന് വേറൊരു ഫോൺ കോൾ വന്നു അതുകൊണ്ട്. പിന്നീട് ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. കുറേ കാലം കൂടി ബാലേന്ദ്രൻ ഒന്ന് കട്ടിലയിൽ എഴുന്നേറ്റിരിപ്പുണ്ട്, ഇത്തിരി ആരോഗ്യത്തോടു കൂടി. അന്നേരമാണ് റൂമിലേക്ക് ഗോവർദ്ധൻ വരുന്നത്. അന്നേരം ബാലേട്ടൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നേരത്തെ എഴുന്നേറ്റതാണോ രാത്രിയിൽ ഉറങ്ങാത്തതാണോ എന്നൊന്നും അറിയത്തില്ല, എനിക്കിവിടെ കിടന്നിട്ട് യാതൊരു വെളിവുമില്ല, അതുകൊണ്ട് എനിക്കിവിടുന്ന് പോകണം എന്ന് പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ എവിടുന്നാണ് വരുന്നത് എന്ന്. അന്നേരം ഞാൻ ബാലേട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പം നീ ഇന്നലെ അങ്ങോട്ട് പോയില്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ഇന്നലെ ഞാൻ പോയായിരുന്നു, സുലോചന ഉണ്ട് അവിടെ, ഇന്നലെ സുലോചന അവിടെ കുട്ടികളുടെ കൂടെയായിരുന്നു, ഇപ്പോഴും അവൾ അവിടെ ഉണ്ട് എന്ന് പറയുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കും വീട്ടിലോട്ട് പോകണം, ഇവിടെ കിടന്നാൽ ശരിയാകുകയില്ല, ആകെ ബുദ്ധിമുട്ടാണ്, വീട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ ഇവിടെ മുകളിലോട്ട് നോക്കി കിടന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് നീ ഡോക്ടറോട് സംസാരിക്കുക എന്ന് പറയും. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട് ഡോക്ടർ ഡിസ്ചാർജ് എഴുതും എന്ന് തോന്നുന്നില്ല, ഇവിടെ ട്രീറ്റ്മെൻറ്റിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റ്, കുറേ ഗുളിക കഴിക്കും, ഇവിടെ അനങ്ങാതെ കിടക്കും, അത് തന്നെ അവിടെ ചെന്നാലും ചെയ്യാലോ, എനിക്ക് വീട്ടിൽ ചെന്നാൽ ഇതിനേക്കാൾ കൂടുതൽ സമാധാനം കിട്ടും, അതുകൊണ്ട് നീ ഡോക്ടറോട് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ ശരി ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഗോവർദ്ധൻ ഡോക്ടറെ അടുത്തോട്ട് പോകുന്നു. എന്നിട്ട് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരിക. അന്നേരം ബാലേന്ദ്രൻ ഈ കാര്യം തന്നെയാണ് പറയുന്നത്, എനിക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് വേണമെന്ന്. അന്നേരം എന്തിനാണ് വീട്ടിലോട്ട് പോകുന്നത്, ഇനിയും ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് പറയുമ്പം എനിക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, എനിക്ക് ആകെപ്പാടെ കണക്ഷൻ വിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ ഫോൺ കൈ കിട്ടിയില്ലേ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഡോക്ടറെ എൻ്റെ മകൻ ജയിലിലാണ്, 3 പെൺകുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ, ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇവിടെ മുകളിലോട്ട് നോക്കി കിടന്നിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ കുട്ടികളുടെ കൂടെ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കേണ്ട സമയമാണ്, അതുകൊണ്ട് എനിക്ക് വീട്ടിലോട്ട് പോയേ പറ്റുള്ളൂ, ഡോക്ടർ എന്ത് പറഞ്ഞാലും ഞാൻ ഇനി ഇവിടെ കിടക്കുകയില്ല, ഡോക്ടർ എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ സ്വമേധയെ ഇവിടുന്ന് ഇറങ്ങിപ്പോകും എന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട, ഡിസ്ചാർജിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, പക്ഷേ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് താങ്കൾ ഇവിടുന്ന് പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം നിർബന്ധം കൊണ്ടുമാണ് എന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, എനിക്കിവിടുന്ന് പോകണം ഡോക്ടറെ, അല്ലെങ്കിൽ ശരിയാകിയല്ല, ഇപ്പോഴാണ് ഞാൻ കുടുംബത്തിനൊപ്പം നിന്ന് പലതും ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ എന്ന് പറയുന്നു. ഡിസ്ചാർജ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി കഴിയുമ്പം ബാലേന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നുണ്ട് എടാ നീ എല്ലാം അടുക്കി വയ്ക്കുക, അതുപോലെ ബില്ലും പോയി ക്ലോസ് ചെയ്തിട്ട് വാ എന്ന് പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഗോവർദ്ധൻ അങ്ങോട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് അവർ വീട്ടിലോട്ട് വരുന്നതാട്ടോ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ബാലേന്ദ്രൻ വീട്ടിലോട്ട് വരുവാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് കയറി വരുമ്പം ചെറിയൊരു ക്ഷീണവും അവശതയൊക്കെ ഉണ്ട്. കോളിംഗ് ബെൽ അടിക്കുമ്പം അലീന അടുക്കളയിലായിരുന്നു. അലീന അടുക്കളയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ തുറക്കണോ വേണ്ടിയോ ഇതാരാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നെങ്കിൽ സുലോചന വന്നിട്ട് ഞാൻ നോക്കാമെന്ന് പറയുന്നു. സുലോചന പോയി നോക്കുമ്പം ബാലേന്ദ്രനാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം, വാതിൽ ഓർക്കുന്നു. തുറന്നു കഴിയുമ്പോഴേക്കും കൃഷ്ണമോൾ അവിടെ നിൽപ്പുണ്ട്, ഓടി അടുത്തോട്ട് ചെല്ലു കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ തോളോട് ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കും നീ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുക. അന്നേരം ഞാനിവിടെ നിന്ന് പഠിക്കുമായിരുന്നു അച്ഛാ, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പം നീ ആകെ മെലിഞ്ഞു പോയി, ക്ഷീണിച്ചു പോയല്ലോടാ എന്നിങ്ങനെ പറയുക. അന്നേരം അലീന പറയും അച്ഛനും ആകെ ക്ഷീണിച്ചു പോയി എന്ന്. അന്നേരം ഹോസ്പിറ്റലിൽ നിന്നല്ലേ തിരിച്ചു വരുന്നത്, ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം എന്ന് കൂട്ടിയാൽ മതി എന്ന് പറയും. അന്നേരം അച്ഛന് എന്താ കഴിക്കാൻ വേണ്ടത്, ഞാൻ ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം ഈ വേഷം ഒന്നൊക്കെ മാറട്ടെ, രോഗിയുടെ വേഷമൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് മതി എന്ന് പറഞ്ഞ് മുകളിലോട്ട് പോകാൻ തുടങ്ങുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട് കേട്ടോ ഞാൻ ചായ എടുക്കാൻ കേട്ടോ അച്ഛാന്ന്. അന്നേരം ആയിക്കോട്ടെ എന്ന് പറയുന്നു.
അങ്ങനെ തിരിഞ്ഞ് ആ ഗോവണിപ്പടിയിലേക്ക് കയറുമ്പോഴാണ് ബബിതയുടെ കാര്യം ഓർക്കുന്നത്. അന്നേരം കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, ബബിത എന്തിയെ മോളെ എന്ന്. അന്നേരം അത് ആ റൂമിലുണ്ട്, ഫുൾ ടൈം ഫോണിലാണ്, ഈ ലോകത്തൊന്നും അല്ല വേറെ ഏതോ ലോകത്താണ് എന്നിങ്ങനെ പറയുമ്പം അതത്ര ശരിയല്ലല്ലോ എന്ന് ബാലേന്ദ്രൻ പറയും. അന്നേരം എന്താ അച്ഛാ ശരി, ഒന്നും ശരിയല്ല എന്നിങ്ങനെ പറയുമ്പോൾ ആകെ വിഷമാവുന്നുണ്ട് ബാലേന്ദ്രന്. ഏതായാലും ബാലേന്ദ്രൻ്റെ മുകളിലോട്ട് കയറി പോകുന്ന കൂട്ടത്തിൽ കൃഷ്ണമോളും പോകുന്നുണ്ട്. പിന്നീട് വൈജിയാണ് കാണിക്കുന്നത്. വൈജിയുടെ റൂമിലേക്ക് വരുന്ന നേഴ്സ് വൈജിയോട് പറയുവാണ്, ഹസ്ബൻഡ് പോയി അറിഞ്ഞായിരുന്നോ എന്ന്. അന്നേരം പോയോ എന്ന് ചോദിക്കുമ്പം ഇവിടുന്ന് വീട്ടിലോട്ട് പോയി എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറയും. അന്നേരം അതെന്താ പെട്ടെന്ന് പോയത് എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ കിടക്കുമ്പോൾ പലരും കാണാൻ വരുന്നു, പല ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനൊന്നും മറുപടി പറയാനില്ല, അതുകൊണ്ട് ഇവിടെ കിടക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ അടുത്തും പലരും വന്ന് പലതും ചോദിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ആയതുകൊണ്ട് അവരുടെ മുഖം കറുപ്പിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് പറയുമ്പം നേഴ്സ് പറയുകയാണ്, എന്ത് ചെയ്യാനല്ലേ, നമ്മൾ പൊന്നാരിച്ച് ഓമനിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന മക്കൾ ഇപ്പോഴും കുഞ്ഞാണ് എന്നാണ് നമ്മുടെ വിചാരം, പക്ഷേ അവർ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാലേ എന്നിങ്ങനെ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ മകൻ ഒരു പാവമാണ്, അവനെ കൂട്ടുകാരെല്ലാവരും കൂടി ചതിച്ചതാണ്, അവൻ ഇതൊന്നും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, മിക്കവാറും അവൻ്റെ പേരൂടെ അവർ ഇതിൻ്റെ അകത്ത് വെറുതെ ചേർത്തതായിരിക്കും എന്നൊക്കെ പറയുമ്പം നേഴ്സ് പറയുന്നുണ്ട്, അങ്ങനെ ആശ്വസിക്കാം, അതല്ലേ പറ്റുള്ളൂ, ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ, നിങ്ങളുടെ വീട്ടിൽ വേലക്കാരിയായിട്ട് നിൽക്കുന്ന പെൺകുട്ടിയിലെ അലീന ആദ്യം വന്നപ്പം മകളാണ് എന്ന് പറഞ്ഞു, ആ പെൺകുട്ടിയെയും ഇതുപോലെ തന്നെ റേപ്പ് ചെയ്യാൻ അവർ ശ്രമിച്ചതല്ലേ മയക്കുമരുന്ന് കൊടുത്ത്, എന്നിട്ട് ആ പെൺകൊച്ച് രക്ഷപ്പെടാൻ വേണ്ടി വയറിൽ കത്തി കുത്തി രക്ഷപ്പെടുമല്ലായിരുന്നോ, ആ കൊച്ച് ഇവിടെ വന്നല്ലേ രക്ഷപ്പെട്ടത്, അതും ചർമ്മ ഡോക്ടർ ഉള്ളതുകൊണ്ട്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് വൈജയന്തി ചോദിക്കും. അന്നേരം നേഴ്സ് പറയുന്നുണ്ട്, ഈ വിവരങ്ങളെല്ലാം നല്ല വിശദമായിട്ട് പത്രത്തിലുണ്ടായിരുന്നു, ഇത് ഞങ്ങളൊക്കെ വായിച്ചതായി എന്ന് പറയുമ്പം ഒരു നീരസത്തോടു കൂടി വൈജയന്തി ചോദിക്കുകയാണ്, ഈ ജോലി തിരക്കിനിടയ്ക്ക് നിങ്ങൾക്ക് പത്രം വായിക്കാനൊക്കെ നേരം ഉണ്ടോ എന്ന്. അന്നേരം നേഴ്സ് പറയും, ഇങ്ങനെയുള്ള വാർത്തയല്ലേ, അപ്പം ഉറപ്പായിട്ടും ഒന്ന് വായിച്ചു നോക്കും, കാര്യങ്ങൾ അറിയണമല്ലോ എന്ന് പറയുവാണ്. അന്നേരം വൈജയന്തി പറയുക, ഓ ആരാൻ്റെ കുടുംബത്തിലെ വിശേഷം അന്വേഷിക്കാൻ എല്ലാവർക്കും എന്നാ താല്പര്യമോ, സ്വന്തം കുടുംബത്തിലെ കാര്യം നോക്കാൻ ആർക്കും ഒരു താല്പര്യവും ഇല്ല എന്ന് പറയും. അന്നേരം നേഴ്സ് ചോദിക്കുന്നുണ്ട്, അതെന്താ ഹസ്ബൻഡ് പോയപ്പോൾ പറയാതെ പോയത് എന്ന്. അന്നേരം നിങ്ങൾക്ക് ഇപ്പം കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാമല്ലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നേഴ്സ് പറയുന്നുണ്ട്, കുറേയൊക്കെ കാര്യങ്ങൾ അറിയാം മാഡം, ഇനി ആ വീട്ടിലോട്ടല്ല പോകുന്നതെന്നും ഡിവോഴ്സിന് ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ എങ്ങനെ അറിയുന്നത് എന്ന് ചോദിക്കും. അന്നേരം നേഴ്സ് പറയുന്നുണ്ട്, ഫാമിലി കോർട്ടിലെ വക്കീലിനെ വിളിച്ച് ഇവിടെ വെച്ച് ഡിസ്കസ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും കുറേ കാര്യങ്ങളൊക്കെ ചോർന്നു പോകുമല്ലോ, അതുകൂടാതെ മേഡത്തിൻ്റെ ആങ്ങളമാർ വന്ന് ഉപദേശിക്കുന്നു, കൂടെ റിലേറ്റീവ്സ് വന്ന് ഉപദേശിക്കുന്നു, ഇതൊക്കെ ഞങ്ങളും കേട്ടുകൊണ്ടിരിക്കുമല്ലേ, അപ്പം ഞങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അങ്ങ് മനസ്സിലാകും എന്നിങ്ങനെ പറയുവാണ്. അന്നേരം വൈജയന്തിക്ക് ഇതൊന്നും തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അന്നേരം ആ നേഴ്സ് പറയും, അതെ ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് ഇഷ്ടക്കേടൊന്നും തോന്നരുത് എന്ന് പറയുമ്പോൾ ഉപദേശിക്കാനാണെങ്കിൽ വേണ്ട എന്ന് പറയും. അന്നേരം അവർ പറയുന്നുണ്ട്, ഉപദേശമൊന്നുമല്ല, ഞാൻ ഒരു കാര്യം പറയാം, അത് ഇഷ്ടമാണെങ്കിൽ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ പറയുവാണ്, വീട്ടിൽ ഇതുപോലൊരു സംഭവം നടക്കുമ്പോൾ, ഇതുപോലൊരു ക്രൈസിസ് വരുമ്പോഴാണ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടത്, അങ്ങനെ ഒരുമിച്ച് നിന്ന് അതിനെ തരണം ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെ രണ്ടു വഴിക്ക് ആവുമല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾക്കത് പറയാം, കാരണം എൻ്റെ കുടുംബത്തിലെ കാര്യം നിങ്ങൾക്കറിയത്തില്ലല്ലോ, എൻ്റെ കുടുംബത്തിൽ ഒരു ബാധ വന്ന് കയറിയിട്ടുണ്ട്, ആ ബാധയെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടാലേ എൻ്റെ കുടുംബത്തിന് സമാധാനവും ഐശ്വര്യവും കിട്ടുള്ളൂ എന്ന് പറയുവാണ് വൈജയന്തി. ഇത്രയും പറഞ്ഞിട്ട് ഇത്തിരി ദേഷ്യത്തോടെ അവിടെ കിടക്കുവാണ്. പിന്നീട് ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രൻ വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് ക്ഷീണമൊക്കെ മാറും. അന്നേരം കൃഷ്ണമോൾ റൂമിലുണ്ട്, ബാലേന്ദ്രൻ്റെ ഡ്രസ്സ് കഴുകാനുള്ളതൊക്കെ എടുത്ത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അലീനയും വരും കേട്ടോ. അലീന ചായയൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് കയറി വരുന്നത്. ബാലേന്ദ്രനെ കാണുന്നത്, അച്ഛൻ്റെ ക്ഷീണമൊക്കെ മാറിയല്ലോ, ഇപ്പം വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ വന്ന് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ക്ഷീണം മാറിയെന്ന്. അത് കഴിഞ്ഞ് ചായ വയ്ക്കും, എന്തൊക്കെയോ ചെറിയ സ്നാക്സ് ഉണ്ട്, അതൊക്കെ എടുത്ത് കഴിക്കണമെന്ന് പറയും. അന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് ഞാനിങ്ങ് വന്നല്ലേ ഉള്ളൂ, ഇതൊക്കെ ധാരാളം, കൂടുതലായിട്ടൊന്നും വേണ്ട എന്ന് പറയുവാണ്. എന്നിട്ട് അലീനയോട് ചോദിക്കും, നിന്നെ എന്തിനാണ് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയത്, എന്നിട്ട് അവരെന്തിനാണ് അത്രയും നേരം നിന്നെ അവിടെ പിടിച്ചു നിർത്തിയത്, പറഞ്ഞു വിടാതിരുന്നത് എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അവരെന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും രോഹിത്തിനും ഹരിക്കും എതിരെ ഒരു പരാതി എഴുതി മേടിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു, ഞാൻ പരാതി കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വാശിയായി, അതുകൊണ്ടാണ് അവിടെ പിടിച്ചു നിർത്തിയത് എന്ന് പറയുമ്പം അവരാരെങ്കിലും നിന്നെ ഉപദ്രവിച്ചായിരുന്നോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഉപദ്രവിച്ചെങ്കിൽ തുറന്ന് പറയണം, നിയമം നടപ്പിലാക്കുമ്പം നീതി നോക്കുമ്പം അതെല്ലാ സൈഡിലും വേണമല്ലോ, ഒരു സൈഡിൽ മാത്രം നോക്കിയാൽ പോരാ, എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ആ SI, എന്നിട്ടാണ് അയാൾ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ മകനെ തല്ലിയത്, നിയമം നടത്തുമ്പം അതിൻ്റേതായ
രീതിയിൽ തന്നെ നടക്കട്ടെ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെ ഉപദ്രവിച്ചൊന്നുമില്ല, അവർക്ക് എന്നോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് സമയത്ത് രേവതിക്കുട്ടിയും മാമച്ചായനും ഗ്രേസിയമ്മയും ഒക്കെ ഇടപെട്ടതുകൊണ്ട് പാലാ DYSP നേരിട്ട് സ്റ്റേഷനിലേക്ക് വന്നു, എന്നെ വിടാൻ പറഞ്ഞു, അങ്ങനെയാണ് വിട്ടത് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, രണ്ടുപേരെ എനിക്കറിയാം, ആ രമേശിനെയും ഗോപാലകൃഷ്ണ പണിക്കരെയും രണ്ടുപേരെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എന്നിട്ടും അവർ പലപ്പോഴും വൈരാഗ്യം തീർക്കുന്ന പോലെ എനിക്ക് തോന്നി. കുഴപ്പമില്ല, എൻ്റെ കയ്യിലും കിട്ടും, എനിക്കും തിരിച്ചടിക്കാൻ ഒരു അവസരം കിട്ടും, അന്ന് ഞാൻ കാണിച്ചു കൊടുത്തോളാം എന്നിങ്ങനെ പറയുക കേട്ടോ ബാലേന്ദ്രൻ. അദ്ദേഹം അലീന പറയും, അച്ഛാ ചായ എടുത്ത് കുടിക്കുക, എന്നിട്ട് ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറയും. ബാലേന്ദ്രൻ അവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അവർ ഞങ്ങൾ താഴേക്ക് പോവുകയാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബെല്ലടിച്ചാൽ മതി, ബെല്ലിപ്പോഴും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അവർ താഴേക്ക് പോരുക. കുറേ കഴിഞ്ഞ് ബാലേന്ദ്രൻ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പം അവിടെ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുവാണ് ബബിത. ബബിത ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് ബാലേന്ദ്രനെ കണ്ടിട്ട്. എന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട്, അച്ഛൻ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇന്നലെ വന്നൂല, നീ എന്നെ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെയോ, അച്ഛൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, നീയാണ് ഇവിടെ ഇല്ലാതിരുന്നത് എന്ന് പറയുവാണ്. അന്നേരം ബബിത ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. എന്നിട്ട് ഇല്ല അച്ഛൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുക. അന്നേരം ബാലേന്ദ്രൻ, അപ്പം കുറച്ച് വിളവ് മിച്ചം ഉണ്ടല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞു, എന്നിട്ട് നീ ഇതുവരെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ബബിത പറയുവാണ്, അച്ഛൻ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് എന്ന്. അന്നേരം എന്നോട് ആരും പറഞ്ഞില്ല എന്നുകൂടി പറയുമ്പോൾ, അയ്യോ ഇവിടെ ഇത്രയും വേലക്കാരും പരിചാരകരും ഉണ്ടായിട്ട് അവരാരും നിന്നോട് വന്ന് പറഞ്ഞില്ല അല്ലേ? നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? നിൻ്റെ സഹോദരൻ വേറൊരു വീട്ടിലേക്ക് താമസം മാറി, അവിടെ ഫുഡും അക്കോമഡേഷനും എല്ലാം ഫ്രീ ആണ്. അങ്ങനെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ അവൻ തീരുമാനിച്ചു. ആ കാര്യമൊക്കെ അറിഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബബിതയ്ക്ക് ആകെ ഒരു കുറച്ചിൽ പോലെ തോന്നുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, മക്കളെ വളർത്തി വലുതാക്കുന്നത് അവർ പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് വളരുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അത് കഴിഞ്ഞ് അവർക്ക് അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകാം, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാം. അങ്ങനെ ഒരുത്തനെടുത്ത തീരുമാനമാണ് ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ആരൊക്കെയുണ്ട് ഇനി ഈ വീട്ടിൽ? ആ തീരുമാനങ്ങളൊക്കെ ഇനി എന്നത്തേക്കാണ് ഇനി ഞാൻ അറിയാനുള്ളത്? അങ്ങനെ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഹൃദയം പൊട്ടി ആകെ വിഷമത്തോടെ പറയുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇത് ഇത്രയൊക്കെ പറയുമ്പോൾ എവിടേക്കോ ഒരു ചെറിയ ഒരു കുറ്റബോധമോ സങ്കടമൊക്കെ ബബിതയുടെ മുഖത്ത് വരുന്നുണ്ട്. ആകെ ബാലേന്ദ്രൻ്റെ മുഖത്തോട്ട് നോക്കാൻ പോലും ഇത്തിരി ബുദ്ധിമുട്ടോ ആയിട്ട് ഇങ്ങനെ തറയിലോട്ട് നോക്കി നിൽക്കുവാണ് ബബിത. ഇടയ്ക്കിങ്ങനെ പാളിയൊന്ന് നോക്കും വിഷമിച്ച്. അപ്പം ഇത് കാണുന്ന അലീനയ്ക്കും ആകെ വിഷമമാവുന്നുണ്ട്. അങ്ങനെ സങ്കടം പറഞ്ഞു നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട്. ഏതായാലും ബാലേന്ദ്രൻ വീട്ടിലോട്ട് വന്നു എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് അവിടെ തീരെ കിടപ്പുറക്കിയല്ലോ. അതുകൊണ്ട് തന്നെ കൃഷ്ണമോളെ വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അലീന ചേച്ചിയോടുള്ള ആ ദേഷ്യവും വൈരാഗ്യവും അമ്മയുടെ മനസ്സിൽ നിന്ന് പോകാതെ രക്ഷപ്പെടുത്തില്ല നമ്മൾ എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടണം, അല്ലെങ്കിൽ അവൾ ചത്തു തൊലഞ്ഞു എന്ന് ഞാൻ കേൾക്കണം, എങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് ആ ദേഷ്യം പോവുള്ളൂ എന്നിങ്ങനെ പറയുവാണ്. പിന്നീട് അലീനയും ബാലേന്ദ്രനോട് സംസാരിക്കുന്നതും കാണിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ അലീനയോട് പറയുവാണേ, വൈജയന്തി പറയുന്നത് ഒരു കാര്യം ശരിയാണ്, നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബം നശിച്ചു തുടങ്ങിയത് എന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ ഇനി വേറെ ആശ്വാസവാക്ക് പറയുമോ എന്നറിയില്ല. ഏതായാലും അത് കേൾക്കുന്ന അലീനയുടെ മുഖമൊക്കെ അങ്ങ് മങ്ങിപ്പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അലീന പറയുന്നുണ്ട്, ഒരു 5 മിനിറ്റ് ശ്വാസം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് അളിഞ്ഞു തീരുന്ന ഒരു ശരീരമായിട്ടാണ് മനുഷ്യന്മാർ നടക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ട കാലം മനുഷ്യർക്ക് കഴിഞ്ഞു പോയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അലീനയും പോകുന്നത് കാണിക്കുന്നുണ്ട്. ഏതായാലും അതൊക്കെ കേട്ടിങ്ങനെ തളർന്ന് നിൽക്കുക കേട്ടോ ബാലേന്ദ്രൻ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.